الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. തീർച്ചയായും ഒരു മുസ്ലിം തൻ്റെ അറിവിലും കർമ്മത്തിലും സമയത്തിലും സമ്പത്തിലും കുടുംബത്തിലും മക്കളിലും ഇഹലോകത്തും പരലോകത്തും അല്ലാഹു തആലയുടെ ബർക്കത്ത് ലഭിക്കാനായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കൂടാതെ ബർക്കത്ത് നേടിയെടുക്കാൻ കാരണമാകുന്ന കാര്യങ്ങളിൽ അവൻ വ്യാപൃതനാകുമ്പോൾ മാത്രമാണ് പൂർണ്ണമായ ബർക്കത്ത് ലഭിക്കുക. എന്താണ് ബർക്കത്ത്? അൽ ബർക്കത്തു ഹിയ സുബൂതുൽ ഖൈറിൽ ഇലാഹി ഫി ശൈഇൻ. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ദൈവികമായ നന്മ ഒരു കാര്യത്തിൽ സ്ഥിരമായി നിലനിൽക്കുന്നതിനാണ് ബർക്കത്ത് എന്ന് പറയുക. ഒരു കാര്യത്തിൽ അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായ അനുഗ്രഹം ലഭിക്കുന്നതിനെയാണ് ബർക്കത്ത് എന്ന് പറയുക. തീർച്ചയായും ബർക്കത്ത് അല്പമായ കാര്യത്തിലെത്തിയാൽ അതിനെ വർദ്ധിപ്പിക്കുന്നു. ചെറിയ ഒരളവാണെങ്കിലും അതിനെ വർദ്ധിപ്പിക്കുന്നതിന് ബർക്കത്ത് കാരണമാകുന്നു. വലിയ കാര്യത്തിലെത്തിയാൽ അതിന് ഉപകാരപ്രദമാകുന്നു. വലിയ കാര്യത്തിൽ ബർക്കത്തുണ്ടായാൽ അതിനെ മാക്സിമം ഉപകാരപ്രദമാക്കി മാറ്റും. എല്ലാ കാര്യങ്ങളിലുമുള്ള ബർക്കത്തിൻ്റെ ഏറ്റവും വലിയ ഫലങ്ങളിൽപ്പെട്ട ഒന്നാണ് ആ കാര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ ആരാധനക്കായി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഒരു കാര്യത്തിൻ്റെ ഏറ്റവും വലിയ ബർക്കത്ത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനും അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താനും സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനം ആ കാര്യം കൊണ്ട് കാഴ്ചവെക്കാനും സാധിക്കുന്ന കാര്യങ്ങളെയാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. അല്ലാഹു തആല ഖുർആനിലൂടെ അറാഫിലെ 96-ാമത്തെ ആയത്തിൽ പറയുന്നു, വലൗ അന്നാ ഖലിൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. ആ നാടുകളിലുള്ളവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് ബറക്കത്ത് തുറന്നു കൊടുക്കുമായിരുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കുക,
എന്നിട്ട് അള്ളാഹുവിൽ സൂക്ഷ്മത പാലിക്കുക, എങ്കിൽ ആകാശത്തു നിന്നുള്ള ബർക്കത്ത് ലഭിക്കും, ഭൂമിയിൽ നിന്നുള്ള ബർക്കത്ത് ലഭിക്കും. അവർ നിഷേധിച്ച് തള്ളുകയാണ് ചെയ്തത്. ആ നാട്ടുകാർ നിഷേധിച്ച് തള്ളിയപ്പോൾ എന്ത് സംഭവിച്ചു? അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അവരെ പിടികൂടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ സഹാബത്താകട്ടെ അവർക്ക് ഭയഭക്തി ഉണ്ടായിരുന്നു, തഖ്വയുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജാഗ്രതയുണ്ടായിരുന്നു. അത് പാലിക്കുന്നതിൽ ജനങ്ങളിൽ ഏറ്റവും മുൻപന്മാരായിരുന്നു സഹാബത്ത്. അതുകൊണ്ട് അവർക്കും അവരിലൂടെ ലഭിച്ച കാര്യങ്ങൾക്കും വളരെയധികം ബർക്കത്തുണ്ടായിരുന്നു, അനുഗ്രഹമുണ്ടായിരുന്നു. ആ അനുഗ്രഹം വളരെ വിപുലമായിരുന്നു, വ്യാപ്തിയുള്ളതായിരുന്നു. അള്ളാഹു സജ്ജനങ്ങളിൽ താൻ ഉദ്ദേശിച്ചതുവരെ നന്മയേറിയതും അനുഗ്രഹീതവുമായ എല്ലാ കാര്യങ്ങളിലേക്കും വഴി നടത്തും. ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ, അയാൾക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അയാൾക്ക് ലഭിക്കുന്നതിലൊക്കെ അള്ളാഹു തആല ബർക്കത്ത് കൊടുക്കും. അതിന് കാരണമായി ഖുർആനെ പഠിക്കാനും ഖുർആൻ ചിന്തിക്കാനും അള്ളാഹു കൽപ്പിക്കുന്നു. ഖുർആനെ പറ്റി ചിന്തിക്കുന്നവൻ്റെ ബർക്കത്ത് ലഭിക്കും, ഖുർആനെ പറ്റി പഠിക്കുന്നവൻ്റെ ബർക്കത്ത് ലഭിക്കും. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൽ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. നിനക്ക് നാം അവതരിപ്പിച്ചു തന്ന അനുഗ്രഹീത ഗ്രന്ഥമത്രേ ഇത്. ഇതിലായത്തുകളെപ്പറ്റി അവർ ചിന്തിച്ചു നോക്കുന്നതിനും ബുദ്ധിമാന്മാർ ഉത്ബുദ്ധരാകുന്നതിനു വേണ്ടി അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആൻ പാരായണം എത്ര വർദ്ധിക്കുന്നുവോ അത്രയും അനുഗ്രഹീതരായി ആ വ്യക്തി മാറും. അനുഗ്രഹീതനായ വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്നതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് നൽകുകയും ചെയ്യും. അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലഖദ് തുവഫൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഫീ റബ്ബി മിൻ ഷൈഇൻ യഅകുലുഹു ദു കബിദിൻ ഇല്ലാ ശത്റു ശഈരിൻ ഫീ റഫ്ഇല്ലി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സമയത്ത് ജീവനുള്ള യാതൊരു ജീവിക്കും, മനുഷ്യനോ മൃഗത്തിനോ തിന്നാൻ തക്കവണ്ണം എൻ്റെ ഭക്ഷണം സൂക്ഷിക്കുന്ന തട്ടിൽ യാതൊന്നുമില്ലാത്ത അവസ്ഥയായിരുന്നു. ഉണ്ടായിരുന്നത് എന്തുമാത്രമാണ്? ബാർലിപ്പൊടി മാത്രം, അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് ഞാൻ കാലങ്ങളായി തിന്നുകൊണ്ടിരുന്നു, ദിവസവും അതിൽ നിന്നെടുക്കും. വളരെ ചെറിയ ഒരു ബോട്ടിലാണ് അതുള്ളത്. എന്നിട്ടോ കുറേ കാലം കഴിഞ്ഞപ്പോൾ അതെനിക്ക് നീണ്ടുപോയതായി തോന്നി, അഥവാ തീരുന്നില്ല. എടുത്തത് വീണ്ടും ഉണ്ടാകുന്നു, ബർക്കത്തുണ്ടാകുന്നു. അങ്ങനെ ഞാൻ അത് അളന്നു നോക്കി, അപ്പോൾ അത് തീർന്നു പോവുകയും ചെയ്തു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ് തനിക്ക് ലഭിച്ച ബർക്കത്തിനെ കുറിച്ച്. ബർക്കത്ത് ലഭിക്കാൻ ചില കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണ് കാരണം? ഒന്നാമത്തേത് തഖ്വല്ലാഹു ജല്ല വഅല, അള്ളാഹുവിനോടുള്ള ഭയഭക്തി. അള്ളാഹുവിനോട് ഭയഭക്തിയുള്ളവന് ജീവിതത്തിൽ ധാരാളമായി ബർക്കത്ത് ലഭിക്കും. ഏതൊരു കാര്യത്തിലും ഒരടിമ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അവൻ്റെ ആ തഖ്വക്കനുസൃതമായി അതിനേക്കാൾ ഉപരിയോ അള്ളാഹു അവൻ്റെ കാര്യത്തിൽ ബർക്കത്ത് നൽകാതിരിക്കുകയില്ല. നമ്മൾ നേരത്തെ ഓതി വെച്ച ആയത്ത്, വലൗ അന്നഹ്ലൽ ഖുറാ ആമനു, ആ നാട്ടുകാർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, വത്തഖൂ, അവർ അല്ലാഹുവിനെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ലഫതഹ്നാ അലൈഹിം ബറകാത്തും മിനസ് സമാ, ആകാശത്തു നിന്നും ബർക്കത്ത് അവർക്ക് ചൊരിഞ്ഞു നൽകും. വൽ അർള്, ഭൂമിയിൽ നിന്നും അവർക്ക് ബർക്കത്ത് ലഭിക്കും. രണ്ടാമത്തെ ഒരു കാര്യമാണ് പ്രാർത്ഥന, ദുആ ചെയ്യുക. ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ബർക്കത്തിന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കണം. പല കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്തിനെ തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹിതനാകുന്നതിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബറകല്ലാഹു ലക് വബാറക അലൈക വജമാ ബൈനകുമാ ഫിൽ ഖൈർ എന്ന പ്രാർത്ഥന. അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയട്ടെ, നിങ്ങളുടെ മേൽ അനുഗ്രഹം വർഷിക്കട്ടെ, നിങ്ങൾ ഇരുവരും നന്മയിൽ ഒന്നിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും വിവാഹവേളകളിൽ അങ്ങനെ വധുവിനും വരനും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഭക്ഷണം തന്നവന് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും. അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും. അല്ലാഹുവേ,
നീ അവർക്ക് നൽകിയ ഉപജീവനത്തിൽ അവർക്ക് ബർക്കത്ത് നൽകണമേ. ഒരു ദിവസം ഉച്ചയ്ക്ക് നമ്മൾ ഒരാൾ കൊണ്ടുപോയി വിരുന്ന് തന്നു, തിരിച്ചു വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതെന്താ? അല്ലാഹുവേ, നീ അവർക്ക് നൽകിയ ഉപജീവനത്തിൽ ബർക്കത്ത് നൽകണമേ, അവർക്ക് പാപമോചനം നൽകുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ ഭക്ഷണത്തിൽ ബർക്കത്ത് തേടിക്കൊണ്ട് പ്രാർത്ഥിക്കാനും അവിടുന്ന് പഠിപ്പിച്ചു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി, അല്ലാഹുവേ ഇതിൽ ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണമേ എന്ന് ഭക്ഷണം മുന്നിലെത്തിയാൽ പ്രാർത്ഥിക്കണമെന്ന് നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കുട്ടികളെ കൊണ്ടുവരപ്പെടാറുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് അവർക്ക് ബർക്കത്തിനായി അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കും. ഇദാ തൗഹു ബിൽ ബാഖൂറത്തി മിനസ് സമറത്തി ദഅ ഫീഹാ ബിൽ ബറക. ആ സീസണിൽ എന്താണോ ഫലമുള്ളത്, ആപ്പിളാകട്ടെ, അതേപോലെ മുന്തിരിയാകട്ടെ, ഈത്തപ്പഴമാകട്ടെ, അന്നത്തെ സീസണിൽ ആദ്യത്തെ ഫലമെടുത്തുകൊണ്ട് ചെന്നാൽ അവിടുന്ന് അതിൽ ബർക്കത്ത് തേടി പ്രാർത്ഥിക്കും. അങ്ങനെ അവിടുന്ന് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനത്തിന വഫീ തമരിന വഫീ മുദ്ദിന വഫീ സാഇന ബറകതൻ മഅ ബർക. അല്ലാഹുവേ, ഞങ്ങളുടെ മദീനയിലും ഞങ്ങളുടെ ഫലവർഗ്ഗങ്ങളിലും ഞങ്ങളുടെ ബുദ്ധി എന്ന അളവിലും ഞങ്ങളുടെ സാ എന്ന അളവിലും നീ ബർക്കത്തോടുകൂടി ബർക്കത്ത് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അവിടെ കൂടിയ കുട്ടികളിൽ വെച്ച് ഏറ്റവും ചെറിയ കുട്ടിയെ എടുത്ത് അതിലാദ്യത്തെ ഫലം നൽകുകയും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇനി ബർക്കത്ത് ലഭിക്കാനുള്ള മൂന്നാമത്തെ കാര്യം എന്താ? അത്യാഗ്രഹമോ നിർബന്ധപൂർവമുള്ള ചോദിക്കലോ ഇല്ലാതെ മനസ്സംതൃപ്തിയോടെ സമ്പത്ത് സ്വീകരിക്കുക. അത്യാഗ്രഹമില്ലാതെ സമ്പത്ത് സ്വീകരിക്കുക. നിർബന്ധമായി ചോദിച്ചു വാങ്ങാതിരിക്കുക. ഒരു കാര്യത്തിന് നിർബന്ധമായി വാങ്ങുന്നു, അഥവാ എനിക്ക് വാടക ഇത്ര വേണം, ബർക്കത്ത് പോവും. ഈ സാധനത്തിന് ന്യായമായ ഒരു വിലയുണ്ട്, അതിനേക്കാൾ വില എനിക്ക് ലഭിക്കണമെന്ന് വിചാരിച്ച് ആ സാധനത്തിന് വില കൂട്ടി പറഞ്ഞ് അത് തന്നെ ലഭിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന ആളുകൾ, അങ്ങനെയുണ്ടെങ്കിൽ ബർക്കത്ത് പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. യാ ഹകീം ഇന്ന ഹാദൽ മാല ഖദിറതൻ വഹുൽവ ഫമൻ അഖദ ബിസഖാവതി നഫ്സിൻ ബൂരിക ലഹു ഫീഹി വമൻ അഖദ ബിഇസ്റാഫി നഫ്സിൻ ലം യുബാരിക് ലഹു ഫീഹി കല്ലദീ യഅകുലു വലാ യശ്ബ. ഹകീമേ, തീർച്ചയായും ഈ സമ്പത്ത് പച്ചപ്പുള്ളതും മധുരമുള്ളതുമാണ്. സമ്പത്ത് കാണാൻ നല്ല കുളിർമയുള്ളതാണ്, മധുരമുള്ളതാണ്. ആരെങ്കിലും മനസ്സിൻ്റെ ഔദാര്യത്തോടെ തൃപ്തിയോടുകൂടിയും ആ സമ്പത്തിനെ എടുത്താൽ അവനതിൽ ബർക്കത്ത് നൽകപ്പെടും. അഥവാ ഉള്ളതിൽ തൃപ്തിപ്പെടുക, കിട്ടിയതിൽ തൃപ്തിപ്പെടുക, ഇത്ര കിട്ടിയല്ലോ എന്ന് ആഹ്ലാദിക്കുക, അതേപോലെ സന്തോഷിക്കുക. എന്നാൽ ആരെങ്കിലും അത്യാഗ്രഹത്തോടുകൂടി, മോഹത്തോടുകൂടി, അതിമോഹത്തോടുകൂടി ആ സമ്പത്തെടുത്താൽ അതിൽ നിന്ന് ബർക്കത്ത് നൽകപ്പെടുകയില്ല. എപ്പോഴും തിന്നുകൊണ്ടിരിക്കുകയും എന്നാൽ വയറു നിറയാതിരിക്കുകയും ചെയ്യുന്നവനെ പോലെയാണത്. ധാരാളം കാശ് ലഭിക്കും, ഇഷ്ടം പോലെ കാശ് ലഭിക്കും ജനങ്ങളെ പറ്റിച്ച് കച്ചവടം ചെയ്താൽ. എന്നാൽ ആ കാശ് കൊണ്ടൊന്നും അവൻ സംതൃപ്തനാകുകയുമില്ല. അവൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ആ കാശ് തികയുകയുമില്ല. അവൻ അതിലും വലിയ ആവശ്യങ്ങൾ അല്ലാഹു നൽകുകയും ചെയ്യും. അതാണ് ബർക്കത്ത് നഷ്ടപ്പെടൽ. അത് ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. സൽപ്രവർത്തികളുടെ മാർഗങ്ങളിൽ സമ്പത്ത് ചെലവഴിക്കുന്നതും അതിൽ നിന്ന് സക്കാത്ത് നൽകുന്നതും അതിലെ അവകാശങ്ങൾ ആത്മാർത്ഥതയോടും മനസ്സിൻ്റെ പൂർണ്ണ സംതൃപ്തിയോടും കൂടി നൽകുന്നതും ഇതിനോട് ചേർത്ത് വായിക്കണം. അഥവാ സക്കാത്ത് നൽകണം. പിശുക്കന്മാർ സക്കാത്ത് നൽകുകയില്ല. തൻ്റെ ഭാവിയിലുള്ള ചെലവ് മാത്രം ആലോചിക്കുന്നവൻ ദാനം നൽകുകയില്ല, സമ്പത്ത് ചെലവഴിക്കുകയില്ല. ആ സമ്പത്തിന് അവകാശികളുണ്ട്. ആ അവകാശികൾക്ക് അത് നൽകാതെ പിടിച്ചു വെച്ച് ആ സമ്പത്ത്, സക്കാത്ത് കൊടുക്കാത്ത സമ്പത്ത് നമ്മുടെ സമ്പത്തിൽ കലർന്നാൽ അതിൻ്റെ ബറക്കത്ത് നഷ്ടപ്പെടും. ഇന്ന റബ്ബി യബ്സുതു റിസ്ക ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു ലഹു വമാ അൻഫഖ്തും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. നീ പറയുക, തീർച്ചയായും എൻ്റെ രക്ഷിതാവ് തൻ്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കി കൊടുക്കുന്നു.
താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇടുങ്ങിയതാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എന്തൊന്ന് ചിലവഴിച്ചാലും അവൻ അതിന് പകരം നൽകുന്നതാണ്. അവൻ ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനത്രേ. മുസ്ലിം നല്ല സുഹൈഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ നഖസത സദഖത്തും മിൻ മാലിൻ, ദാനധർമ്മം കാരണം സമ്പത്ത് കുറഞ്ഞു പോവുകയേയില്ല. കാരണം ദാനധർമ്മം നൽകുന്നവന് ധാരാളം പ്രയാസങ്ങൾ അല്ലാഹു തആല നീക്കിക്കൊടുക്കും. അതിനൊന്നും അവന് കാശ് ചെലവാക്കേണ്ട ആവശ്യമുണ്ടായിരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖാലല്ലാഹു തബാറക വ തആല, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, യാ ഇബ്ന ആദം ഉൻഫിക് അലൈക, ആദമിന്റെ സന്തതി, നീ ഭീതി കൂടാതെ ദാനധർമ്മങ്ങൾ ചെയ്ത് ചെലവഴിക്കുക. എന്നാൽ ഞാൻ നിനക്ക് വിവിധ വഴികളിലൂടെ തിരിച്ച് ചെലവഴിച്ചു തരാം, അഥവാ അള്ളാഹു തിരിച്ചു തരും. ദാനം ചെയ്യുന്നവന് അള്ളാഹു പകരമായി നൽകുമെന്നാണ് അള്ളാഹു തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നാലാമത്തെ കാര്യം, വാങ്ങൽ, വിൽക്കൽ, കച്ചവടം, കൂട്ടുകച്ചവടം തുടങ്ങിയ ഈ ഇടപാടുകളിൽ സത്യസന്ധമായിരിക്കുക. അൽ ബൈഅനി ബിഖിയാരിൻ മാ ലൻ യതഫറക ഫഇൻ സദക ഫബയ്യന ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ വഇൻ കദബാ വകതമാ മുഹിക്കതൻ ബറകതൻ യബഈഹിമാ. ബുഖാരിയും മുസ്ലിമും തങ്ങളുടെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കച്ചവടക്കാരും വാങ്ങുന്നവരും പരസ്പരം പിരിഞ്ഞു പോകുന്നത് വരെ കച്ചവടം റദ്ദാക്കാനോ തുടരാനോ ഉള്ള അവകാശമുണ്ട്. അഥവാ ഒരു കച്ചവടം നടത്തി പിരിഞ്ഞു പോകുന്നത് വരെ, രണ്ടുപേരും പിരിഞ്ഞു പോകുന്നത് വരെ ആ കച്ചവടം നിലനിർത്താനോ റദ്ദാക്കാനോ ഉള്ള അവസരമുണ്ട്. പിരിഞ്ഞു പോയാൽ പിന്നെ ആ കച്ചവടത്തെ തിരിച്ച് റദ്ദു ചെയ്യുവാൻ സാധ്യമല്ല. അതാണ് ഇസ്ലാമിന്റെ നിയമം. അങ്ങനെ ഇരുവരും സത്യം പറയുകയും ഗുണദോഷങ്ങളും അവസ്ഥകളും വ്യക്തമാക്കുകയും ചെയ്താൽ അവിടെ കച്ചവടത്തിൽ അവർക്ക് ബർക്കത്ത് നൽകപ്പെടും. എന്നാൽ അവർ കള്ളം പറയുകയും ന്യൂനതകൾ മറച്ചു വെക്കുകയും ചെയ്താൽ അവിടെ കച്ചവടത്തിൻ്റെ ബർക്കത്ത് മാഞ്ഞു പോകുന്നതാണ്. വണ്ടിക്കച്ചവടം, കന്നുകാലി കച്ചവടം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കച്ചവടം തന്നെ, ഒരു ഷോപ്പ് തന്നെ വിൽക്കുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ കച്ചവടമുണ്ട്, ഇങ്ങനെ കച്ചവടമുണ്ട്, ഈ പശുവിന് ഇത്ര പാല് ഇതുവരെ ലഭിച്ചിട്ടുണ്ട്, ഈ വണ്ടിക്ക് ഇത്ര മൈലേജ് ഉണ്ട് എന്നൊക്കെ കളവ് പറഞ്ഞ് കച്ചവടം ചെയ്താൽ ആ കച്ചവടത്തിൻ്റെ സംഖ്യക്ക് ബർക്കത്തുണ്ടാവുകയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബുദ്ധിയുള്ളവർ അങ്ങനെ കച്ചവടം ചെയ്യാൻ തയ്യാറാവുകയില്ല. അഞ്ചാമത്തെ കാര്യം, പകലിൻ്റെ തുടക്കത്തിൽ തന്നെ ജോലികളും കച്ചവടങ്ങളും തുടങ്ങുക. രാവിലെ 10 മണി വരെ ഉറങ്ങുന്നു, 11 മണിക്ക് ജോലിക്ക് പോകുന്നു, അവന് ബർക്കത്ത് നഷ്ടപ്പെടും. അതിന് പകരം രാവിലെ ചെയ്യുന്ന ഏത് ജോലിക്കും ബർക്കത്ത് ലഭിക്കും. അല്ലാഹുമ്മ ബാരിക് ഉമ്മത്തി ഫീ ബുകൂരിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തിന് അവരുടെ രാവിലകളിലെ നീ ബർക്കത്ത് നൽകണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈന്യത്തെ അയക്കുമ്പോൾ പകലിൻ്റെ തുടക്കത്തിലാണ് അയച്ചിരുന്നത്. സക്ര എന്ന ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ ഭൃത്യന്മാരെ പകലിൻ്റെ തുടക്കത്തിലല്ലാതെ വ്യാപാരത്തിന് അയക്കുകയില്ല. അഥവാ സുബഹിക്കാണ് വ്യാപാരത്തിന് ഭൃത്യന്മാരെ അയക്കുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് വർദ്ധിക്കുകയും തൻ്റെ സമ്പത്ത് എവിടെ വെക്കണമെന്നറിയാത്ത അവസ്ഥയിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ രാവിലെ എന്നത് വളരെ ബർക്കത്തുള്ള ഒരു സമയമാണെന്ന് മനസ്സിലാക്കണം. ആറാമത്തെ കാര്യം, ഭക്ഷണത്തിലും കുടിയിലും സുന്നത്ത് പിന്തുടരുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബർക്കത്ത് ഭക്ഷണത്തിന്റെ മധ്യഭാഗത്താണ്. അൽ ബർക്കത്തു തൻസിലു വസത്തു ത്വആം ഫകുലൂ മിൻ ഖാഫതൈഹി വലാ തഅകുൽ മിൻ വസതിഹി. ബർക്കത്ത് ഇറങ്ങുന്നത് മധ്യഭാഗത്താണ്. അതിനാൽ പാർശ്വങ്ങളിൽ, ഓരങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുവിൻ, നടുവിൽ നിന്ന് ഭക്ഷിക്കരുത്. ഒരു ഭാഗത്തു നിന്ന് ഭക്ഷിച്ച് അങ്ങനെ നടുവിലേക്ക് എത്തുക എന്നതാണ് അതിൻ്റെ സുന്നത്തെന്ന് പഠിപ്പിക്കുകയാണ്. ആ ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടെങ്കിൽ ആരോഗ്യത്തിൽ ബർക്കത്തുണ്ടാകും, വിശപ്പ് മാറും. അവൻ്റെ ജീവിതത്തിൽ അവൻ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് കുറേ അധികം നന്മകൾ വന്നു ചേരും. ഇനിയും
വിരലുകളും പാത്രവും നക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ഇന്നകും ലാ തദ്റൂന ഫീ അയ്യി തആമികും ബറക, ഏത് ഭക്ഷണത്തിലാണ് ബറക്കത്തെന്നറിയില്ല, അതുകൊണ്ട് നിങ്ങളുടെ വിരൽ നക്കിയെടുക്കണം, പ്ലേറ്റ് വൃത്തിയാക്കണം. പ്ലേറ്റിൻ്റെ അരികിൽ ആ മീൻ്റെ മുള്ളിനോട് ചേർന്ന ഓരോ വറ്റുമെടുത്ത് ഭക്ഷിക്കണം. കാരണം ആ ഒരു വറ്റിലായിരിക്കും നമുക്ക് കിടക്കുന്ന ബർക്കത്തുണ്ടായിരിക്കുക എന്നാണ് ഈ ഹദീസിൽ സൂചിപ്പിച്ചത്. ഇബ്നു മാജ തൻ്റെ സുനനിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ, അള്ളാഹുവിൻ്റെ ദൂതരെ, തീർച്ചയായും ഞങ്ങൾ ഭക്ഷിക്കുന്നു, എന്നാൽ ഞങ്ങൾക്ക് വയറ് നിറയുന്നില്ലല്ലോ. ഒരു പരാതിയാണ്. ഇഷ്ടം പോലെ ഭക്ഷിക്കുന്നുണ്ട്, പക്ഷേ വയറ് നിറയുന്നില്ല. അവിടുന്ന് ചോദിച്ചു, ഒരു പക്ഷേ വെവ്വേറെയായിട്ടാണോ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്? നിങ്ങൾ വേറെ വേറെ ഇരുന്നിട്ട് ഫലഅല്ലകും തഅകുലൂന മുതഫരിഖീൻ, നിങ്ങൾ ഒരാൾ സിറ്റ് ഔട്ടിലിരിക്കുന്നു, ഒരാൾ ഹാളിലിരിക്കുന്നു, കുറച്ചാളുകൾ ഡൈനിങ് ടേബിളിലിരിക്കുന്നു, കുറച്ചാളുകൾ അടുക്കളയുടെ തിണ്ടിലിരിക്കുന്നു. ഈ രൂപത്തിലിരിക്കുകയാണോ നിങ്ങൾ? വ്യത്യസ്ത സ്ഥലത്താണോ ഇരിക്കുന്നത്? വ്യത്യസ്ത രൂപത്തിലാണോ ഭക്ഷണം കഴിക്കുന്നത്? ഖാലൂ, അവർ പറഞ്ഞു, നഅം, അതേ. ഫജ്തമിഉ അലാ തആമിക്കും, നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. വദ്കുറു ഇസ്മല്ലാഹി അലൈഹി, ബിസ്മില്ലി ഭക്ഷണം കഴിക്കാം. യുബാരികു ലക്കും ഫീഹി, എന്നാൽ നിങ്ങൾക്ക് ആ ഭക്ഷണത്തിൽ ബർക്കത്ത് നൽകും. അപ്പോൾ എന്തൊക്കെ ചെയ്യണം? ഒന്ന്, അള്ളാഹുവിനോടുള്ള ഭയഭക്തി വർദ്ധിപ്പിക്കുക. രണ്ട്, ബർക്കത്തിന് വേണ്ടി അള്ളാഹുവിനോട് തേടുക. മൂന്നാമത്തെ കാര്യം, അത്യാഗ്രഹമോ നിർബന്ധപൂർവമോ ചോദിക്കലോ ഇല്ലാതെ മനസ്സിൻ്റെ സംതൃപ്തിയോടുകൂടി സമ്പത്ത് സ്വീകരിക്കുക. നാലാമത്തെ കാര്യം, വാങ്ങൽ, വിൽക്കൽ, കച്ചവടം, കൊട്ടുകച്ചവടം, ഈ ഇടപാടുകളിൽ സത്യസന്ധത പുലർത്തുക. അഞ്ചാമത്തെ കാര്യം, സുബഹിക്ക് തന്നെ ജോലികളിലേക്ക് പ്രവേശിക്കുക. ആറാമത്തെ കാര്യം, ഭക്ഷണത്തിലുള്ള ബർക്കത്തിന് വേണ്ടിയുള്ള മര്യാദകൾ പാലിക്കുക. ഈ സുന്നത്തുകളൊക്കെ പിന്തുടർന്നാൽ, ഈ വിധികളൊക്കെ പാലിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി ബർക്കത്തുണ്ടാവുകയും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ബർക്കത്ത് നേടാനുള്ള പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ബർക്കത്ത് എന്നാൽ ദൈവികമായ അനുഗ്രഹം, സമൃദ്ധി, ഐശ്വര്യം, വർധനവ് എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. എണ്ണത്തിലോ അളവിലോ കുറവാണെങ്കിലും അതിലൂടെ ലഭിക്കുന്ന വലിയ ഗുണവും സംതൃപ്തിയുമാണ് ബർക്കത്തിൻ്റെ പ്രധാന വിശേഷണം. ബർക്കത്ത് ലഭിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? അല്പം ധനമോ ഭക്ഷണമോ സമയമോ ആണെങ്കിലും അത് ആവശ്യത്തിലധികം തികയുകയും മനസ്സിന് സമാധാനവും സംതൃപ്തിയും ലഭിക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, കുറഞ്ഞ സമയം കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും. ആയുസ് സൽക്കർമ്മങ്ങൾക്കായി ഉപയോഗിക്കാൻ സാധിക്കും ബർക്കത്ത് ലഭിച്ചാൽ. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹവും പരസ്പരം ബഹുമാനവും ഐക്യവും നിലനിർത്താൻ ബർക്കത്ത് നമ്മളെ സഹായിക്കും. ഭൗതികമായ സമ്പത്തി എത്രയെന്നതിലുപരി മനസ്സിന് ശാന്തിയും സംതൃപ്തിയും അനുഭവപ്പെടുന്ന ഒരു സവിശേഷതയിലേക്ക് ആ സമ്പത്തിൻ്റെ സ്ട്രക്ചർ മാറും. അതേപോലെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുമുള്ള മനസ്സുണ്ടായിരിക്കും ബർക്കത്തുണ്ടെങ്കിൽ. ബർക്കത്ത് ലഭിക്കാതിരുന്നാലുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്? ധാരാളം പണവും സൗകര്യങ്ങളുണ്ടെങ്കിലും ഒന്നിനും തികയാത്ത അവസ്ഥയും നിരന്തരമായ ആധിയും ഉണ്ടായിരിക്കും. രണ്ടാമത്തേത്, സമയം എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ പോവുകയും കഠിനാധ്വാനം ചെയ്താലും ആഗ്രഹിച്ച ഫലം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ബർക്കത്തില്ല എന്നാണ് അർത്ഥം. ബന്ധങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകുന്നു, കലഹങ്ങൾ വർദ്ധിക്കുന്നു, വീട്ടിലെ സമാധാനം നഷ്ടപ്പെടുന്നു, ആ വീടിൻ്റെ ബർക്കത്തില്ലായ്മയുണ്ട്. എത്ര ആഹാരം കഴിച്ചാലും ശരീരത്തിന് ആരോഗ്യവും ഊർജവും ലഭിക്കാത്ത അവസ്ഥയും അധ്വാനത്തിന് തക്കതായ ഫലം കിട്ടാതെ വരുന്നതുമൊക്കെ ബർക്കത്തിൻ്റെ കുറവ് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എപ്പോഴും അസംതൃപ്തിയും ആധിയും ടെൻഷനും ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ, ജീവിതത്തിന് ബർക്കത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ തഖ്വ വർദ്ധിപ്പിക്കാനും ധാരാളമായി പ്രാർത്ഥിക്കാനും ഉള്ള സമ്പത്ത് ഹലാലായ സമ്പത്താക്കാനും ശ്രമിച്ചവനെ ഈ ബർക്കത്തില്ലായ്മയിൽ നിന്ന് രക്ഷപ്പെട്ട് ബർക്കത്ത് ലഭിച്ചതിൻ്റെ ഗുണങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്ന് സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കാനും പരലോകത്തങ്ങേയറ്റത്തെ പ്രതിഫലം കരസ്ഥമാക്കാനും സാധിക്കും.
അല്ലാഹു തആല നമ്മുടെ കുടുംബങ്ങളിലും മക്കളിലും ആയുസ്സിലും സമയത്തിലും ആരോഗ്യത്തിലും കർമ്മങ്ങളിലും ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചു പോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ആലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആയതിനും പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ആലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.